വയനാട് മേപ്പാടിയിൽ നാടിനെ നടുക്കി മണ്ണിടിച്ചിൽ. കല്ലാടിയിൽ തുരങ്കപാറ നിർമ്മാണ സ്ഥലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 5 ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുമ്പ് മിഥുൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കൃത്യമായി എത്ര പേർ ഈ ദുരന്തമുഖത്ത് അകപ്പെട്ടിരുന്നു എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനവുമുണ്ട്. മിഥുൻ, ലൈവ് കെ പി, ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പം ഈ അപ്പുറത്തെ ഈ ചൂരൽമലയിലൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇക്കരയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് പാലത്തിലെ മണ്ണൊക്കെ നീക്കം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ സാഹചര്യം പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു. മഴ ഉണ്ടായിരുന്നു. ഇവിടെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പണിക്കാർ പിന്നെ അവിടെ പോയി എത്തുമ്പോൾ നമ്മൾ പോയി എത്തുന്ന ടൈമിൽ പിന്നെ ഇവിടെ സംഭവിച്ച് എന്താന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് അതിന്റെ കുറച്ച് മുന്നായിട്ട് ഒരു ജസ്റ്റ് മിസ് ഇവിടെ നിർത്തിയിട്ട് ഞാനവിടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഞാനടക്കം പോയിട്ടുണ്ടാവും. ഞാനും വണ്ടി അടക്കാണ്ട് പോയിട്ടുണ്ടാവും. ഒരു ജസ്റ്റ് മിസ്സാണ്. വീട് നഷ്ടപ്പെട്ടതാണ്. നമുക്കിപ്പോ പുതിയ വീട് ടൗൺഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. ജോലി ചെയ്യണ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ആ ഭാഗത്ത് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് ഈ വിവരം കിട്ടിയപ്പോൾ നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്? അങ്ങനെ മണ്ണ് നീക്കം ചെയ്തെന്നുള്ള വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മളിത് പൊട്ടിന്ന് അറിഞ്ഞപ്പോ ഇവിടെ എത്തിയിട്ട് നോക്കി. അപ്പൊ ഇവിടെ മണ്ണാണ്, ആൾക്കാരനും അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞ് അതിന്റെ ശേഷം കുടുങ്ങിയതാ. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണോ ചെയ്തത്? തിരിച്ചു പോവുകയാണ് ചെയ്തത്. 4 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോയി. ഇപ്പം നിലവിലൊരു അവസ്ഥ എന്താ? നിങ്ങൾ ആശങ്കയുണ്ടോ? ഇത് പേടിയാണ് സംഭവം. ഇനിയും പൊട്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ട്. ഇവിടെ സേഫ് അല്ല. ഒരു ദുരന്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ ഒന്ന് കര കയറി വരികയാണ്. ആ സമയത്താണ് ഉണ്ടായത്. സങ്കടം ഉണ്ട്, ടെൻഷനാണ്. അവിനാശ്. ഇതിലും ഈ ജനങ്ങളുടെ ഒരു ആശങ്ക നമ്മോട് പങ്കുവയ്ക്കുകയാണ് കെ പി. കാരണം അദ്ദേഹം നമ്മളിപ്പോൾ സംസാരിച്ച അവിനാശ് എന്ന് പറയുന്ന വ്യക്തി ഈ അവിടെ ദുരന്തമുണ്ടായ സമയത്ത് കഴിഞ്ഞ തവണ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അത് കഴിഞ്ഞ ഉടനെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ദുരന്തം അദ്ദേഹത്തിന് കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ കൺമുന്നിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം രാവിലെ അദ്ദേഹം ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപാണ് ഇതുവഴി അക്കരയ്ക്ക് കടന്നു പോയത്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പൊട്ടി എന്നൊരു വിവരം അറിയുന്നതും അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ആ സമയത്ത് ഇതുവഴി ആളുകളെ കടത്തി വിടുന്നില്ല എന്നറിഞ്ഞ് അദ്ദേഹം തിരിച്ച് ആ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ അട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ, നമുക്കറിയാം ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഉണ്ട്. അവിടെ ആ മേഖലയിൽ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുന്നതിനിടയിലാണ് തിരിച്ചു വരാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഈ ഒരു ദുരന്തം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ വാഹനം പോകാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഈ മണ്ണൊക്കെ നീക്കം ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വന്നതെന്നുകൂടി എടുത്തു പറയുന്നത്. അതിലും വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചൊരു ജനത മറ്റൊരു ദുരന്തത്തെയും സധൈര്യം നേരിടുന്നു എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കെ പി. സർദിനെയാണ് ദുരന്തമുഖമായി വീണ്ടും വയനാട് പോറലേൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി വയനാടിനെ. അതേസമയം തന്നെ വരുത്തിവച്ച ദുരന്തമാണ് ഇന്ന് സംഭവിച്ചത് എന്നുള്ള വിമർശനങ്ങളും വിലയിരുത്തലും ഉയരുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.